ഹലോ ഗൈസ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണതേ നമ്മൾ ഡ്യൂട്ടി ഫ്രൂട്ടി കടയിൽ നിന്നൊക്കെ മേടിക്കുമല്ലോ കേക്കിനും ഇതിനൊക്കെ. അപ്പോൾ പപ്പങ്ങയാണല്ലോ ഉപയോഗിക്കണത്. ഞാനിപ്പോൾ ഇന്ന് കുമ്മട്ടിങ്ങയില്ലേ, കുമ്മട്ടിങ്ങയുടെ തൊണ്ടില്ലേ, കുമ്മട്ടിങ്ങ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കാമ്പ് മുറിച്ച് ഇതേപോലെ എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഞാൻ കുമ്മട്ടിങ്ങ വെച്ച് ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഒന്ന് ഇടാൻ നോക്ക്. ഇതിനു മുമ്പ് ചെയ്തതാണിത്. ഉണ്ടാക്കാം 3 കളർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെപ്പിലാക്കി വെച്ചേക്കാം ഫ്രിഡ്ജിൽ. അപ്പോൾ കേക്കിനും ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ പപ്പങ്ങ ചെയ്യണേലും സൂപ്പറാണ് കേട്ടോ അത്. അപ്പം നമുക്ക് ഇരുട്ടടക്കതിന് വേണ്ടത് 3 കളറാണ്. പിന്നെ ഇന്നലെ ഒരു കുമ്മട്ടിങ് അടിച്ച് അതിൻ്റെ ഇതൊക്കെ എടുത്ത് ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു 100 ഗ്രാം പഞ്ചസാര. 100 ഗ്രാം പഞ്ചസാര നമുക്ക് ഇടയിൽ 100 ഗ്രാം പഞ്ചസാര ഇട്ടു. നമ്മുടെ കയ്യിൽ ഒരു തുള്ളി വേണം കേട്ടോ, ഒരാൾ ഒഴിക്കണ്ട. ഇതൊരു നൂൽ പരുവാണ്. ബ്രൗൺ കളർ ആവരുത്, കാരമലായി പോകരുത്. എന്തൊക്കെ ചെയ്യുന്നത് ശരിക്കും കാണാൻ പറ്റും. ഇതാണ് കാണാൻ പറ്റുന്നത്. വീഡിയോസ് കാണണമെങ്കിൽ ഇത് തന്നെ പറ്റുള്ളൂ. കേണതപ്പോ ശരിക്കും കാണാം. പഞ്ചസാര നല്ല മെൽറ്റ് ആവട്ടെ കേട്ടോ. ഒരു നൂൽ പരുവാവണേ. പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കണ്ട കളർ കണ്ട കുമ്മട്ടിങ്ങനെ. ഞാനിത് കുമ്മട്ടിങ്ങനെ ഇനി ഇച്ചിരി വെള്ളം വരും. അപ്പൊ ഇത് ഇടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെയും നല്ലതാണ്. ഉണ്ടാക്കി കുറച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇത് ഇതായി വരുമ്പോൾ പിന്നെ വെള്ളം വരും. നേരത്തെ ഉണ്ടാക്കിയത് 3 കളറുണ്ട് ഫ്രിഡ്ജിനകത്ത്. നല്ല ടേസ്റ്റ് ആണ് അത്. അപ്പം കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ട് ഇന്നാലോടെ കഴുകി ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1-2-3 തിള വരുമ്പോൾ അത് ഊറ്റി എടുക്കണം. അതിനൊരു ചൊന ഉണ്ടാവും, ചൊനപ്പ് ഉണ്ടാവില്ല. അപ്പൊ വാവുള്ളൂ, ടേസ്റ്റും മാറില്ല. പക്ഷെ കുമ്പട്ടിങ്ങക്ക് അതില്ല. കുമ്പട്ടിങ്ങ തൊണ്ടാലും ചെത്തി ഇത് ഇങ്ങനെ ഈ കരിന്തോലോട് കൂടെ തന്നെ ചെത്തി കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് അരിഞ്ഞതിന് ശേഷം കഴുകരുതേ. അപ്പൊ കുമ്പട്ടിയിലുള്ള വെള്ളമൊക്കെ പഞ്ചസാരയിൽ ഇതായിട്ടോ നല്ലപോലെ ഇത് ഇതാവും. അപ്പങ്ങയിലും ഉണ്ടാവും വെള്ളം. നല്ല പോലെ ഇതാവട്ടെ കേട്ടോ. ഒന്ന് കുക്കാവും. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ലതാണ് കേട്ടോ അത്. താഴെ വീണാലേ ഊട്.
നല്ല പോലെ തണുത്ത് കഴിയുമ്പോൾ ഒരു എയർടൈറ്റുള്ള കുപ്പിയിൽ ആക്കി 3 കളറാക്കി വെച്ചാൽ മതി. ഞാൻ കുമ്മട്ടിയും കൊണ്ട് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീനിട്ട് കറി വെച്ച് വീഡിയോ കാണിച്ചിട്ട്, പരിപ്പിട്ട് വെക്കണത് കാണിച്ചിട്ടുണ്ട്, ചെമ്മീൻ തോലെത്തുന്നത് കാണിച്ചിട്ടുണ്ട്, തോരൻ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോ ഈ കുമ്മട്ടീനൊക്കെ തൊണ്ടാകത്തൊക്കെ കാണുമ്പോഴേ കുട്ടിക്കാലം ഓർമ്മ വരും. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തില് നമ്മുടെ കുട്ടിക്കാലത്ത് ഞായറാഴ്ച ഒരു ശനി ഞായറുള്ള സ്കൂളില്ല തന്ന് നമ്മൾ അങ്ങനെ എവിടെയും പോകുകയൊന്നുമില്ലല്ലോ. വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലും വല്ല ബീച്ചിൽ പോകും. അതിരുടെ കപ്പലണ്ടിയും മേടിച്ച് അവിടെ ഇരുന്ന് കുറച്ച് വൈകുന്നേരം വരും. 4 പേരല്ലേ, ഞങ്ങൾ 4 മക്കളാ. അപ്പൊ എനിക്കിങ്ങനെ കളിക്കാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ ഒപ്പമൊക്കെ, എന്റെ തരക്കാര് പിള്ളേരുടെ ഒപ്പമൊക്കെ കളിക്കാൻ പോകും. 3-4 പെൺകുട്ടികളുണ്ടായിരുന്നു. രാജി, ഷീജ, ഗായത്രി, ലത, പത്മ, പിന്നെ ഒരു ദിനു എന്ന് പറഞ്ഞ പയ്യൻ, കുമാർ, അവരൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെയൊക്കെ പ്രായമാണ്, എന്റെയൊക്കെ പ്രായമാണ് പിള്ളേര്. അപ്പൊ കളിക്കാൻ ഇങ്ങനെ പോകുമ്പോ ഈ വീട്ടിലിങ്ങനെ സാമ്പാർ ഇഷ്ടമൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പൊ ഈ മത്തങ്ങടെ തൊണ്ട്, കുമ്പളങ്ങടെ തൊണ്ടൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് അതിന്റെ ഈ കരിതൊലി വേണ്ട ഇതേപോലെ ആക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. അപ്പൊ ഈ ഞായറാഴ്ച ദിവസം കളിക്കാൻ പോകുമ്പോ നമ്മൾ ചെയ്യണ പണി എന്താണ്, എല്ലാ വീട്ടിൽ നിന്നും ഓരോ പിടിയായിരിക്കും മേടിക്കും. ശനി ഞായറൊക്കെ ആയിരിക്കും. ഓരോ പിടിയായിരിക്കും വീട്ടിൽ നിന്ന് തരും. വെളിച്ചെണ്ണ, മുളക് പൊടി, എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതുപോലെയുള്ള ചട്ടികളിലൊക്കെ ചോറ് വയ്ക്കും. പച്ചരി ചോറേ വെക്കുള്ളൂ. കാരണം വേവൂലല്ലോ, ഇലയൊക്കെ ഇട്ടല്ലേ, പ്ലാവല് മാവലൊക്കെ ഇട്ട് കത്തിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണ. പറമ്പില് അപ്പുറത്തൊക്കെ പറമ്പുണ്ടായിരുന്നു ആ സമയത്ത്. ആ പറമ്പിലിട്ട് കത്തിച്ച് ചോറും കറിയൊക്കെ വെച്ച് അത് നല്ല രസമായിരുന്നു കേട്ടോ. ആ കുട്ടിക്കാലമൊക്കെ. ഇപ്പോഴുള്ള പിള്ളേർക്ക് അത് വല്ലതുണ്ടാ? ഇപ്പൊ പിള്ളേരെ പുറത്തിറക്കാൻ തന്നെ പേടിയ. ആരെയും കൂടെ നമ്മൾ വിടും, ആരെയും കൂടെ വിടും. മാക്സിമം നമ്മൾ തന്നെ എല്ലാവരുടെ കൂടെ കൊണ്ടുപോകും. അന്ന് ഈ കുമ്മട്ടിങ്ങനെ തൊണ്ടും ഇതുപോലെ തന്നെ കറി വയ്ക്കും. ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കേട്ടോ. ഇതുവരെ ആരും വെച്ചൊന്നും കണ്ടിട്ടില്ല യൂട്യൂബിലൊന്നും. ഇതിന്റെ ചെറിയ ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയാൽ നല്ലതാ. നല്ലപോലെ വെള്ളം പറ്റി കേട്ടോ. നമ്മൾ ഇത് തീ ഓഫ് ചെയ്യണേ. നമുക്കത് 3 ചട്ടി ഇതെല്ലാം ഇട്ടിട്ട് അതിന്റെ പഞ്ചസാര നീരും ഇതെല്ലാം കൂടെ ഇടാം. എൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഉള്ളു. അപ്പൊ എനിക്കിത് ആവശ്യമുണ്ട്. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ കുമ്മട്ടി എത്തി. കുട്ടിക്കാലത്ത് ഇതുപോലെ ഓരോ പച്ചക്കറികളൊക്കെ കൊണ്ടുപോയി ഇതാക്കി വെളുത്തി പഞ്ചസാര വെള്ളം കുറേശ്ശെ മുന്നിൽ കൂടെ ഒഴിക്കട്ടെ. ഒന്ന് കുറവ് അപ്പൊ നമുക്ക് ഇതിൽ ഫുഡ് കളർ ഒഴിക്കാം കേട്ടോ. ഒരു 6 തുള്ളി ഒഴിക്കേണ്ടി വരും. എനിക്ക് ഇച്ചിരി കളർ വേണം. ഇനി 6 തുള്ളി വേണം, അന്നേരം കളർ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ അങ്ങനെ തന്നെ വെച്ചേക്ക്. വൈകുന്നേരം അത് ചൂടാറി കഴിയുമ്പോ പിന്നെ കുമ്മട്ടി അതിന്റെ ഇതെല്ലാം വലിച്ചെടുത്തേക്കും. അപ്പൊ അങ്ങനെ ഒരു കളർ, നല്ല സ്മെല്ല്, നല്ല എസൻസ് ആട്ടോ. ഫ്രൂട്ട് പിന്നെ ഫുഡ് കളർ മേടിച്ചേക്കണത് നല്ല കുറഞ്ഞതൊന്നല്ല വാങ്ങിച്ചേക്കണത്, വില കൂടിയത് തന്നെയാണ്. ചിലത് ഇങ്ങനെ സിറപ്പായിട്ട് വരും, ചിലത് പൊടിയാണ്. ഇത് അരിയാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ പടവലങ്ങ കരിഞ്ഞ് ചെമ്മീനൊക്കെ ഇട്ട് കറി വയ്ക്കൂലേ, അതേപോലെ അരിഞ്ഞിട്ട് അങ്ങനെ 3 കളറായേ. പിന്നെ അടുത്ത കളർ, അടുത്തത് ഒരു ഓറഞ്ച്, അതും പൗഡറാണ്. രണ്ടെണ്ണം പൗഡർ ഒഴിക്കാം.
കുറച്ചും കൂടി ഇടും. മൂന്ന് കളറായി. നമ്മുടെ മൂന്ന് കളറ് ടൂട്ടി ഫ്രൂട്ടി റെഡി. എന്താ വെച്ചാൽ കുമ്മട്ടി കണ്ട നമ്മൾ കുമ്മട്ടി വെച്ച് ചെയ്തേക്കണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ചൂടാറിക്കണം. വൈകുന്നേരം നല്ലോണം ചൂടാറണം. അത് ചീത്തയായി പോകുന്നില്ല. മാക്സിമം നമ്മൾ ചൂട് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം കഴിക്കുക. ഇത് കണ്ടല്ലോ യെല്ലോ കളറ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.